الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം മഹാനായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഹിജ്റ 597 മരണപ്പെട്ട വലിയ ഹദീസ് പണ്ഡിതനാണ്, തഫ്സീർ പണ്ഡിതനാണ്. കർമ്മശാസ്ത്രത്തിലും വിവിധ വിജ്ഞാന ശാഖകളിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഇമാമാണ് മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ലഫ്തത്തുൽ കബീദ് ഇലാ നസീഹത്തിൽ വലദ്, അദ്ദേഹത്തിൻ്റെ മകന് തൻ്റെ പിതാവിൻ്റെ ആ ഒരു പാതയിൽ നിന്ന് വ്യതിചലിച്ച് കണ്ടപ്പോൾ മകൻ നൽകിയ ഉപദേശമാണ്, നസീഹത്താണ് ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു കൃതി. അതായത് ചെറുപ്പം മുതൽ തന്നെ മകന് പല ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വഴികളും കാണിച്ചു കൊടുക്കുകയും അങ്ങനെ തൻ്റെ കൂടെ തന്നെ പിതാവിൻ്റെ കൂടെ മകനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ പല വിവിധ ദർസുകളിലും ക്ലാസ്സുകളിലും എല്ലാം ഹാജരാക്കിക്കൊണ്ട് വലിയ ജാഗ്രത പുലർത്തിയിരുന്നു പിതാവായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ. മകൻ്റെ തുടക്കം തീർച്ചയായിട്ടും ഇൽമിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധവും, അങ്ങനെ പല പണ്ഡിതന്മാരിൽ നിന്നും ഇൽമ് പഠിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ അധികം വൈകാതെ തന്നെ മകൻ ആ ഒരു ഇൽമിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ മുഴുകുകയും ഇസ്ലാമിക വിരുദ്ധ പല കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് കണ്ടപ്പോൾ പിതാവായ അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ നൽകിയ ഉപദേശമാണ് ലഫ്തത്തുൽ കബീദ് ഇലാ നസീഹത്തിൽ വലദ്. അതായത് മകൻ നൽകിയ ഒരു സന്ദേശം, ഉപദേശം, ഒരു കത്താണിത്. മകനായ അബുൽ ഖാസിം, ഒരിക്കലും ഈ ഒരു വഴി സ്വീകരിക്കരുത്. തഖ്വയിലൂടെയാണ് ജീവിക്കേണ്ടത്. ഇൽമിൻ്റെ മാർഗത്തിലേക്ക് താങ്കൾ മടങ്ങേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ അവലംബിച്ച മാതൃക, അതേപോലെ തന്നെ തൻ്റെ പിതാവായ ഇബ്നുൽ ജൗസി തന്നെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്, എത്രമാത്രം പണ്ഡിതന്മാരുമായി ബന്ധം പുലർത്തിയിരുന്നു, ഇസ്ലാമിക വിജ്ഞാനം നേടിയെടുക്കുവാൻ വേണ്ടി, സമ്പാദിക്കുവാൻ വേണ്ടി എത്രമാത്രം ത്യാഗം താൻ സഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും മകന് ഉപദേശമായിട്ട് നൽകുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗം നാം അൽഹംദുലില്ലാ പഠിച്ച് മനസ്സിലാക്കി. അതിനുശേഷമുള്ള തുടർച്ചയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്. നാം അവസാനം നിർത്തിയത്, അതായത് ആദ്യം ഒരു മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചാണ് നാം അവസാനമായി ചർച്ച ചെയ്തത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഖലിതം വന്നപ്പോൾ നാം അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ചില സഹോദരന്മാർക്ക് ചില ഇഷ്കാല് വന്നിട്ടുണ്ട്. അതായത് അഖീദ സംബന്ധമായ ചില സ്ഖലിതങ്ങൾ സംഭവിച്ച ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥം നാം എന്തിന് ദർസ് നടത്തി പഠിക്കേണ്ടതുണ്ട് എന്നൊരു ഇഷ്കാല് ചില സഹോദരന്മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇഷ്കാലുകളൊക്കെ, സംശയങ്ങളൊക്കെ വരുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്.
അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ല അറിയപ്പെട്ടൊരു വാഇദായിരുന്നു. അതായത് വാഇദിൻ്റെ പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഹംബലി മദ്ഹബിൽ പണ്ഡിതനാണ്. വിവിധ വിജ്ഞാന ശാഖകളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഇമാമായിരുന്നു. ആ നിലക്ക് പണ്ഡിത ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. എന്നാൽ അഖീദയുടെ ചില വിഷയങ്ങളിൽ ചില അബദ്ധങ്ങൾ അദ്ദേഹം സംഭവിച്ചിട്ടുമുണ്ട്. അതേ അവസരത്തിൽ നാം ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരു വിജ്ഞാന ശാഖയിൽ മുൻകാലങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതൻ അഗാധ പാണ്ഡിത്യവും വലിയ അവഗാഹവുമുള്ള ഒരു പണ്ഡിതൻ ഒരു വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിക്കുകയും ആ വിഷയത്തിൽ ആ ഗ്രന്ഥത്തെ പോലെ അപൂർവ ഗ്രന്ഥങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ നമ്മുടെ സലഫി ഉലമാക്കൾ അതിലുള്ള ഫായിദ, അതായത് ഉപകാരപ്രദമായ എത്രയോ വിഷയങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി ആ ഒരു ഗ്രന്ഥത്തെ പരിപൂർണമായി അവഗണിച്ച് കളയുക എന്നൊരു രീതിയില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ യഥേഷ്ടം ദർസ് നടത്തി വിശദീകരിക്കാനുള്ള ഒരു കൃതിയാണല്ലോ 40 ഹദീസുകൾ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ. കാരണം എന്താണ്? നമ്മുടെ ദീനിലെ അടിസ്ഥാന വിഷയങ്ങൾ, ഉസൂല് വിവരിക്കുന്ന വിശദീകരിക്കുന്ന 40 ഹദീസുകൾ. അപ്പോൾ ഈ 40 ഹദീസുകൾ ഇതുപോലെയുള്ള ഒരു ചെറിയ കൃതി 40 ഹദീസുകൾ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഇത്ര പ്രസിദ്ധമായ ഒരു കൃതി കൂടുതലില്ല. നമ്മുടെ പണ്ഡിതന്മാർ അതിൻ്റെ ആ ഒരു ഫായിദ, പ്രത്യേകിച്ച് സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ, ഹദീസുകളാണ്. നമ്മുടെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും സലഫി ഉലമാക്കൾ എത്രയോ നമുക്കറിയാം 40 ഹദീസുകൾ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഇമാം നവവിയുടെ അഖീദ എന്താണ്? അദ്ദേഹം അടിസ്ഥാനപരമായി അശ്അരി അഖീദക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ശർഹ് സഹീഹ് മുസ്ലിമിൻ മറ്റു ഗ്രന്ഥങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാടായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചത് 2 നിലപാടുകളാണ്. ഒന്നുകിൽ തഫ്വീദ് അല്ലെങ്കിൽ തഅ്വീൽ. ഇത് രണ്ടും അശ്അരി അഖീദക്കാരുടെ നിലപാടാണ്, അഥവാ സലഫി ഉലമാക്കളുടെ നിലപാടല്ല. എന്നിട്ട് പോലും അദ്ദേഹത്തിന് 40 ഹദീസുകൾ, അതേപോലെ റിയാദുസ്സാലിഹീൻ, സഹീഹ് മുസ്ലിമിലെ ഷർഹ്, ഇതൊക്കെ സലഫി പണ്ഡിത ലോകം ഉപയോഗപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ല, അദ്ദേഹം വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ഹദീസ് വിജ്ഞാന ശാഖയിലുള്ള സംഭാവനകൾ ഒരിക്കലും നമ്മുടെ പണ്ഡിതന്മാർ അവഗണിച്ച് കളഞ്ഞിട്ടില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ല രചിച്ച ഫത്ഹുൽ ബാരി. അതായത് സഹീഹുൽ ബുഖാരിയുടെ വിഖ്യാത ഷർഹാണ് ഫത്ഹുൽ ബാരി, ഷർഹു സഹീഹുൽ ബുഖാരി. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നാട്ടിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരാകട്ടെ, അറബ് ലോകത്തെ അറിയപ്പെട്ട സലഫി ഉലമാക്കളാകട്ടെ, അവരൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വിശാലമായ ഒരു ഗ്രന്ഥമാണ് ഇത് ഫത്ഹുൽ ബാരി. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ദീർഘകാലം ദർസ് നടത്തിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി, അതായത് സഹീഹുൽ ബുഖാരിയുടെ ഷർഹ്. അപ്പോൾ ഈ ഷർഹിൽ ചില ഭാഗങ്ങളിൽ അഖീദ സംബന്ധമായ ചില സ്ഖലിതങ്ങൾ വന്നിട്ടുണ്ട്. ഇബ്നു ബാസ് തന്നെ ഈ ഫത്ഹുൽ ബാരി അച്ചടിക്കപ്പെട്ട ആദ്യ പതിപ്പുകളിൽ ഇബ്നു ബാസിന് ചില കമൻസ് കാണാൻ പറ്റും, തഅലീഖാത്ത്. അതായത് ചില സ്ഖലിതങ്ങൾ വന്നെടുത്ത് ഇബ്നു ബാസ് പറയുന്നുണ്ട്, ഇന്ന് അഹ്ലുസുന്നയുടെ നിലപാട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുന്നുണ്ട്. അപ്പോൾ അതേ അവസരത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഈ സ്ഖലിതങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് സുന്നത്ത് കൈകാര്യം ചെയ്യുന്ന പല വിഷയങ്ങളുമുണ്ട്. നമ്മുടെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, ഇടപാടുകൾ, അതേപോലെ തന്നെ മറ്റുള്ള അസ്മാ സിഫാത്ത് ഒഴികെയുള്ള വിശ്വാസകാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനേകം ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളുണ്ട്. അതൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില സ്ഖലിതങ്ങൾ പറഞ്ഞുകൊണ്ട്
ഫത്ഹുൽ ബാരി പോലെയുള്ള ഇത്രയ്ക്കും ലോക മുസ്ലിമീങ്ങൾക്ക് ഫായിദയുള്ള ഗ്രന്ഥങ്ങളെ അവഗണിച്ച് കളയുക എന്ന ശരിക്ക് സലഫി ഉലമാക്കളുടെ നിലപാടല്ല. അതേ അവസരത്തിൽ നമ്മൾ ഈ പറഞ്ഞ ചില പണ്ഡിതന്മാരുടെ, ചില അഖീദ സംബന്ധമായ സ്ഖലിതങ്ങൾ വന്ന അബദ്ധങ്ങൾ സംഭവിച്ച ചില പണ്ഡിതന്മാരുടെ അഖീദ ഗ്രന്ഥങ്ങൾ നാം ദർസ് നടത്തുകയില്ല. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ ഇമാം റാസിയുടെ തഫ്സീർ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നാട്ടിലാകട്ടെ അറബ് ലോകത്താകട്ടെ ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലേ? പക്ഷെ അതേ അവസരത്തിൽ ഇമാം റാസിയുടെ അശ്ശരി അഖീദയിലുള്ള അഖീദ ഗ്രന്ഥങ്ങൾ നാം ജനങ്ങൾക്ക് മുന്നിലെന്ത് കാഴ്ചവെച്ച് അത് ഒരു മത്തിനായിട്ട് ശർഹ് നടത്തൂല. ഇപ്പോൾ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ദർസ് നടത്തിയ ഒരു ഗ്രന്ഥമാണ് ഇമാം റാസിയുടെ ഉസൂൽ ഫിഖ്ഹിലെ ഗ്രന്ഥം. ഇമാം റാസിയുടെ ഉസൂൽ ഫിഖ്ഹിലെ ഗ്രന്ഥമായ അൽ മഹ്സൂൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ദർസ് നടത്തിയിരുന്നു. പല ശിഷ്യന്മാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാനായ ഷംസുദ്ദീൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മഹുല്ലാ ഇങ്ങനെ ദർസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇമാം റാസി അശ്അരി അഖീദയിലെ ഇമാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉസൂലുൽ ഫിഖ്ഹിലെ ഗ്രന്ഥമായ അൽ മഹ്സൂൽ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് വലിയൊരു ഉസൂൽ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ ശാഖയിൽ അറിയപ്പെട്ട ശരിക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കുന്നുണ്ട്. നാം ഇവിടെ ഉദ്ദേശിച്ചു വരുന്നത് നമ്മുടെ തെർബീത്തുമായി ബന്ധപ്പെട്ട വളരെ പഴക്കമുള്ളൊരു ഗ്രന്ഥമാണ് ലഫ്തത്തുൽ കബീത്ത്. അതായത് മകന് നൽകിയ ഒരു നസീഹത്താണെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ നാം മുതിർന്നവരായ രക്ഷിതാക്കളാകട്ടെ മുതിർന്നവർ തന്നെ ശരിക്ക് അവർക്കുള്ള നസീഹത്താണിത്. അതായത് നമ്മൾ കുട്ടികൾക്കുള്ള നസീഹത്ത് എന്നതിന് ഉപരി ഇത് നമുക്കുള്ള ഒരു തെർബീത്ത് സംബന്ധമായ നാം സ്വയം വിലയിരുത്തുവാനും നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കുവാനും പരിശോധിക്കുവാനും വേണ്ടിയുള്ള ഒരു തെർബീത്ത് സംബന്ധമായ ചർച്ചയാണ് ഈ ഒരു ഗ്രന്ഥം നടത്തുന്നത്. അഥവാ ഇതൊരു അഖീദ ഗ്രന്ഥമല്ല. അപ്പോൾ ഈ ഒരു ഇഷ്കാല് വന്ന സഹോദരന്മാർക്കുള്ള ഒരു മറുപടിയാണ് നമ്മുടെ തുടക്കത്തിൽ ഉദ്ദേശിച്ചത്. അതേപോലെ ചില സഹോദരികളിൽ നിന്ന് ഒരു ഇഷ്കാല് വന്നിരുന്നു. അതായത് നാം അവസാനം വിശദീകരിച്ച ഒരു ഭാഗം നമുക്കറിയാമല്ലോ. അതായത് ആദ്യം ഒരു മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയമായിട്ട് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് അവതരിപ്പിക്കുന്നുണ്ട്. വഅവ്വലു മാ യംബഗി അൻ നദറു ഫീഹി മഅരിഫത്തുല്ലാഹി തആല ബിദ്ദലീൽ. അതാദ്യം നാം ചിന്തിക്കേണ്ട വിഷയം, പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? അതായത് അള്ളാഹുവിനെ തിരിച്ചറിയുക ദലീല് പ്രകാരം എന്ന്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൽമുൽ കലാമിൻ്റെ മുതകല്ലിമുകൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട വിഷയമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ മുതകല്ലിമീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് എന്ന് പറഞ്ഞാൽ കേവലം റുബൂബിയത്തുമായി ബന്ധപ്പെട്ട തൗഹീദാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അള്ളാഹുവാണ് ഖാലിഖ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവ് സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്ന വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ടുള്ള അനേകം ചർച്ചകളാണ് ഇൽമുൽ കലാമിൻ്റെ അടിസ്ഥാനത്തിൽ മുതകല്ലിമുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ വിഷയം? എന്താ അറിയോ? നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് സാക്ഷാൽ ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളായ കുഫാറു മക്ക അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ നിയന്താവ്, ഉപജീവനം നൽകുന്നവൻ, റാസിഖ്, റസാഖ്, ഖാലിഖ്, മുദബ്ബിർ, രക്ഷിതാവ്, റബ്ബ്, ഇതൊക്കെ അള്ളാഹുവാണെന്ന് ആരംഗീകരിച്ചിരുന്നു? ബഹുദൈവ വിശ്വാസികൾ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ മുതകല്ലിമീങ്ങളുടെ ആദ്യത്തെ നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അള്ളാഹുവിൻ്റെ വുജൂദ് സാബിത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്. അള്ളാഹു അല്ലാത്തവരൊക്കെ
സൃഷ്ടികളാണ്. അതായത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുവാനാണ് ശരിക്ക് മുത്തക്കല്ലിമുകൾ കാര്യമായി പരിശ്രമിക്കുന്നത്. അതേ അവസരത്തിൽ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൽമുൽ കലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്ത് കാണുകയില്ല? അതിന് കൃത്യമായ ചർച്ചകളോ മറുപടികളോ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പല ഇൽമുൽ കലാമിൽ അധിഷ്ഠിതമായ ചർച്ചകളൊക്കെ നടത്തിയ വലിയ വലിയ മുതക്കല്ലിമീങ്ങളായ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള, അതായത് തൗഹീദുൽ ഉലൂഹിയയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും ശിർക്ക് ഖുറാഫാത്തൊന്നും എതിർക്കുകയില്ല. അങ്ങനെ ഒരു എതിർക്കുന്നതായിട്ട് നമുക്ക് ചർച്ചകൾ കാണാനും പറ്റില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അശ്അരി അഖീദക്കാരായ ആൾക്കാർ പിൽക്കാലങ്ങളിൽ അവിടെ അഖീദ ഗ്രന്ഥങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടെന്നല്ലാതെ അതൊക്കെ ശരിക്ക് തത്വശാസ്ത്രമായി ബന്ധപ്പെട്ട അതിൽ അധിഷ്ഠിതമായ ചർച്ചകളാണ്. അതായത് ഫൽസഫയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. അള്ളാഹു ഒഴികെയുള്ള എല്ലാം എന്താണ്? ഈ പ്രപഞ്ചമാകുന്നു. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഹാദിസാണ്. അള്ളാഹുവാണ് മുഹ്ദിസ്, അള്ളാഹുവാണ് നിർമ്മിച്ചുണ്ടാക്കിയത്. ഇങ്ങനെയുള്ള ചർച്ചകളാണ്. അപ്പോൾ ഈ ചർച്ചകൾ തന്നെ ശരിക്ക് നമ്മുടെ വ്യക്തമായ ഖുർആൻ സുന്നത്തിൻ്റെ ആയത്തുകൾ നിരത്തിക്കൊണ്ടുള്ള ചർച്ചയല്ല. അവിടെയാണ് നമുക്ക് പ്രശ്നം. ഇവിടെ ഇൽമുൽ കലാമിൻ്റെ ആൾക്കാർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഇവിടെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു ഇഷ്കാല് പ്രകടിപ്പിച്ച ചില സഹോദരിമാർക്കുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണിത്. അതായത് ഇൽമുൽ കലാമിലൂടെ അധിഷ്ഠിതമായ തെളിവുകളുണ്ട്. അഥവാ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അഖീദ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരു വിഷയം പറയുമ്പം അതിനെന്താണ് തെളിവ്? ഖുർആനിക ആയത്തുകളും സഹീഹായ ഹദീസുകളും. എന്നാൽ ഇൽമുൽ കലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചില ഭാഗത്തൊക്കെ ചില ആയത്തുകളും ചില ഹദീസുകളും കാണും എന്നല്ലാതെ കാര്യമായ തെളിവുകൾ എന്താണ്? യുക്തി സംബന്ധമായ തെളിവുകളാണ്. അതിൻ്റെ സ്രോതസ് ഏതാണ്? ഗ്രീക്ക് ഫിലോസഫിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എന്താ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? അൽ ആലമു ഹുവൽ ജവാഹിറു വൽ അഅറാബ്. ഇൽമുൽ കലാമിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ജൗഹറും അറബും അടങ്ങിയതാണ്. ജൗഹർ എന്ന് പറഞ്ഞാൽ സ്വയം നിലകൊള്ളുന്ന വസ്തു, സ്വയം നിലകൊള്ളുന്ന വസ്തു. എന്നാൽ അറബ് എന്ന് പറഞ്ഞാൽ ഈ ജൗഹറിൽ അലിഞ്ഞു ചേരുന്ന അല്ലെങ്കിൽ ജൗഹറുമായി ബന്ധപ്പെടുന്ന ആശയങ്ങളാണ്. അതിന് സ്വയം നിലനിൽപ്പില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കല്ലെന്താണ്? ജൗഹറാണ്. ഈ കല്ല് ജൗഹറാണ്. അതിലെന്തുണ്ട്? ആ കല്ല് ചിലപ്പോൾ ചുവപ്പായിരിക്കും, കറുപ്പായിരിക്കും. ഇപ്പോൾ ഈ ചുവപ്പും കറുപ്പും നിറം എന്താണ്? അറബാണ്. കല്ല് ജൗഹറാണ്. ജൗഹർ പിന്നെ കല്ലിനെന്തുണ്ട്? സ്വയം നിലനിൽപ്പുണ്ട്. അതിനൊരു സ്ഥായിയായ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് എന്നിങ്ങനെയുള്ള വർണ്ണങ്ങൾ അതിനൊരു നിലനിൽപ്പുണ്ടോ? ഇല്ല. ഈ കല്ലുണ്ടാകുമ്പോഴാണ് അതിന് നിലനിൽപ്പുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ജൗഹർ, അറദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതേപോലെ ജിസ്മ് എന്താണ്? തടി, ശരീരം, ഇങ്ങനെയുള്ള ചർച്ചകൾ പറഞ്ഞുകൊണ്ടാണ് ശരിക്ക് ഇവർ ഈ അഖീദ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പദങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? അതായത് ആലം, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ജൗഹറും അറദുമാണെന്ന് ആര് പഠിപ്പിച്ചു? മുഅ്തസിലക്കാർ. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഇൽമുൽ കലാമിലെ ഗ്രന്ഥങ്ങൾ രചിച്ചതാരാണ്? മുഅ്തസിലക്കാരാണ്. അവരുടെ പല ഈ ഫിലോസഫിയും ആര് സ്വീകരിച്ചു? അശ്അരി അഖീദക്കാർ. പിൽക്കാലങ്ങളിൽ അഹ്ലുസുന്നയുടെ അഖീദയായിട്ട് ശരിക്ക് പ്രകടമായി വന്നത് പല രാഷ്ട്രങ്ങളിലും അശ്അരി അഖീദയായിട്ട്, അഹ്ലുസുന്നയുടെ അഖീദയായിട്ട് പ്രഖ്യാപിച്ചു, പരസ്യപ്പെടുത്തി. എന്ന് മാത്രമല്ല, ചില ഭരണകർത്താക്കൾ പിൽക്കാലങ്ങളിൽ ബലാത്കാരം എല്ലാ വിദ്യാലയങ്ങളിലും അഖീദയായിട്ട്, അഹ്ലുസുന്നയുടെ അഖീദയായിട്ട് പഠിപ്പിക്കേണ്ടത് അശ്അരി അഖീദയാണെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊക്കെ ശരിക്ക് രാഷ്ട്രീയമായ ശരിക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്ക് അവ്വലു മാ യംബഗി അൻ നദറു ഫീഹി മഅരിഫത്തുല്ലാഹി ബിദ്ദലീൽ എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ഉദ്ദേശിക്കുന്ന ഖുർആനിക സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളല്ല, മറിച്ച് ഇൽമുൽ കലാമിൽ
സ്ഥിരപ്പെട്ട യുക്തി സംബന്ധമായ തെളിവുകളാണ്. അത് നമ്മുടെ അശ്ശരി അഖീദക്കാരൊക്കെ തുറന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവ്വലു മിൻ ഷർത്തിൽ ഈമാനി ഇൻദന, അതായത് നമ്മുടെ അടുക്കൽ അശ്ശരി പണ്ഡിതന്മാരുടെ അടുക്കൽ ഈമാനിൻ്റെ ഷർത്ത് എന്താ അറിയോ? അന്നവറു ഫിൽ ഉസൂലിൽ അഖ്ലിയ, അഖ്ലിയായ ബുദ്ധിപരമായ തെളിവുകളിൽ ചിന്തിക്കുക. അതായത് ഈ പ്രപഞ്ചം ഉണ്ടായതാണോ? ഇതിനാരും ഉണ്ടാക്കി? ഇതിനുണ്ടാക്കിയ അള്ളാഹു, നിർമ്മാതാവായ അള്ളാഹ്, സൃഷ്ടാവായ റബ്ബു ഇപ്പോൾ ഉണ്ടോ? അപ്പം അള്ളാഹുവിൻ്റെ ഉണ്മയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പല തെളിവുകളാണ്. ഇതിന് ശരിക്കും ചില ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ പലതും ഇസ്ലാമിക അഖീദയ്ക്ക് വിരുദ്ധമായ പല വിശദീകരണങ്ങളുമുണ്ട്, അപകടങ്ങളുമുണ്ട്. അതൊക്കെ നാം വേറെ വിശദീകരിക്കേണ്ടതാണ്, അതിന് സമയമല്ല ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ നിർബന്ധമായ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കലും പ്രഖ്യാപിക്കലും അതനുസരിച്ച് നാം ഉരുവിടുകലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതാണ് ഒന്നാമത്തെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഫഅലം, താങ്കൾ അറിഞ്ഞിരിക്കണം. എന്താ അറിഞ്ഞിരിക്കേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് കർമ്മം ചെയ്യും. എന്താ കർമ്മം? വസ്തഗ്ഫിർ, താങ്കൾ പാപമോചനം നടത്തുക. ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബ്, വേദക്കാരായ ഒരു ജനത വിഭാഗത്തിലേക്കാണ് താങ്കൾ എത്തിച്ചേരുന്നത്. ഫലിയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി. ഇമാം ബുഖാരിയുടെ സഹീഹിൽ 3 ലഫ്ദുകളുണ്ട് ഇതിന്, 3 റിവായത്തുകൾ. ആദ്യം താങ്കൾ അവരെ, വേദക്കാരായ ഒരു വിഭാഗത്തിലേക്ക് താങ്കൾ എത്തിപ്പെടാൻ പോവുകയാണ്. താങ്കൾ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് ഒന്നെന്താണ്? ഇബാദത്തുള്ള ഒരു റിവായത്ത് അതാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിലേക്കാണ്. വേറെ റിവായത്തിൽ ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഏകനാക്കണം. ഏത് വിഷയത്തിൽ? ഇബാദത്തിൻ്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ ഇമാം ബുഖാരിയുടെ 3-ാമത്തെ റിവായത്തിൽ ഉദ്ഉഹും, അവരെ ക്ഷണിച്ചുകൊള്ളുക, ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടൊക്കെ എന്താണ്? തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. തൗഹീദുർ റുബൂബിയ്യത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ പൂർവ്വകാലത്ത് തന്നെ പല പണ്ഡിതന്മാരും അംഗീകരിച്ച വിഷയമാണ്. അപ്പോൾ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിക്കണം. കാരണം ബൗദ്ധ വിശ്വാസികൾ റുബൂബിയ്യത്തിൻ്റെ പല വശങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവരെന്താണ്? മുസ്ലിങ്ങൾ വിളിച്ചില്ല. അവരെ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ടില്ല. അവരും കുഫാറാണ്, അവിശ്വാസികളാണ്, ബൗദ്ധ വിശ്വാസികളാണ്. കാരണം എന്താണ്? ഉലൂഹിയത്തിൽ ശിർക്ക് വെച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദാണ് ഇത്. ആദ്യം അവർ ക്ഷണിക്കേണ്ടത് ഇതിലേക്കാണ്. എന്നിട്ടാണ് മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമസ്കാരം, 5 വക്ത് നമസ്കാരം, സക്കാത്ത് പോലെ വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് ഇതിന് ശേഷമാണ്, ഈ തൗഹീദിന് ശേഷമാണ്. ഈ തൗഹീദാണോ, അഥവാ പ്രവാചകന്മാർ അവരുടെ ജനതകളുമായി തർക്കിക്കുകയും അവരെ, ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്ത തൗഹീദല്ല മുതക്കല്ലിമീങ്ങൾ ചർച്ച ചെയ്യുന്ന തൗഹീദ്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ നാം അൽഹംദുലില്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിവെച്ച വിഷയം ഇതാണ്. എന്നിട്ട് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയുന്ന വിഷയമാണ് നാം ഇന്ന് ആരംഭിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകത്വം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യസന്ധത, അതിലേക്ക് നിർബന്ധമായും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ് പിന്നീട് പറയുന്നത്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറഞ്ഞു, യജിബു അലൈഹി അൻ യഅരിഫ മാ യജിബു അലൈഹി മിനൽ വുദൂഇ വസ്സലാത്തി വസ്സകാത്തി ഇൻ കാന ലഹു മാൽ വൽഹജ്ജി വഗൈരി ദാലിക മിനൽ വാജിബാത്തി ഫഇദാ അറഫ ഖദ്റൽ വാജിബി ഖാമ ബിഹി. അപ്പോൾ സഹോദരന്മാരെ, ആദ്യം ഒരു മനുഷ്യൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിഷയം നാം ചർച്ച ചെയ്തു. അഥവാ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം, വിശ്വസിക്കണം, പ്രഖ്യാപിക്കണം. ഇതാകുന്നു ആദ്യത്തെ വാജിബ്. അതായത് ഇൽമുൽ കലാമിൽ
ഉള്ള ഒരു വിഷയമാണിത്. അവ്വലു വാജിബിൻ അലൽ മുക്കല്ലഫ്, അതായത് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ നിർബന്ധ ബാധ്യത എന്താണ്? അവർ പറയുന്നു മാരിഫത്താണെന്ന്. അള്ളാഹുവിൻ്റെ ഉണ്മയെ സംബന്ധിച്ചുള്ള, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവാണ്. സലഫികളുടെ മറുപടി എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജന്മനാ അള്ളാഹു നൽകുന്നുണ്ട് ആ തൗഹീദ്. എന്താ തെളിവ്? മാമിൻ മൗലൂദിൻ ഇല്ലാ വയൂലദു അൽ ഫിത്ര, ഫിത്രത്തിലാണ് ഏതൊരു കുട്ടിയും ശിശുവും ജനിച്ചു വീഴുന്നത്. എന്താ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ? തൗഹീദ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, അള്ളാഹുവാണ് നമ്മൾക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്, അള്ളാഹുവാണ് റബ്ബ്. പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്ന് ശരിക്കുന്നതാണ് ആ ഒരു മാരിഫത്ത് ഫിത്രിയത്താണ്. ഫിത്രയിൽ, ഒരു മനുഷ്യൻ്റെ ഫിത്രയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അതിനുശേഷം നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളൊക്കെ നാം പഠിച്ച് മനസ്സിലാക്കുക. ഇത് മകൻ നൽകുന്ന ഉപദേശമാണ്. ഇബ്നു ജൗസി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശം താങ്കൾ ആദ്യം തൗഹീദ് പഠിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം നിർബന്ധമായ കാര്യങ്ങളൊക്കെ, ഫർളാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ താങ്കൾ പഠിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണത്? അതായത് വുദൂ, നമസ്കാരം, യജിബു അലൈഹി അൻ യഅരിഫ മാ യജിബു അലൈഹി, അതായത് ഒരു മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട വുദൂ, അതേപോലെ നമസ്കാരം, സക്കാത്ത്, അവൻ സമ്പത്തുണ്ടെങ്കിൽ, അതേപോലെ ഹജ്ജ്, വഗൈരി ദാലിക മിനൽ വാജിബാതി ഫഇദാ അറഫ ഖദ്റൽ വാജിബി ഖാമ ബിഹി, അതായത് വാജിബ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു കൊള്ളണം. ഇത് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൻ്റെ പൂർത്തീകരണമാണ്. മനസ്സിലായല്ലോ? അതായത് ഇത് എങ്ങനെയാണ് നാം, ഇതിന് വ്യക്തമായ തെളിവുണ്ട്. അഥവാ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാകുന്നു. എന്താണത്? അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആദ്യം താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത് ഇതിലേക്കാണ്, തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞത്? ഫഇദാ അറഫുല്ലാഹ്, തൗഹീദ് പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫഇദാ അറഫുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫൽയകുൻ, അല്ല അവർക്ക് അറിയിച്ചു കൊടുക്കുക, ഫഅഖ്ബിർഹും അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ, 5 വഖ്ത് നമസ്കാരം അള്ളാഹു അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, ഫി യൗമിഹിം വലൈലത്തിഹിം, അതായത് അവരുടെ ആ ഒരു ദിവസം 5 നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. ഫഇദാ ഫഅലു, അവരിത് ചെയ്തു കഴിഞ്ഞാൽ, നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫഅഖ്ബിർഹും അന്നല്ലാഹ ഫറദ അലൈഹിം സകാത്തൻ മിൻ അംവാലിഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്പത്തിൽ നിർബന്ധമായ സക്കാത്ത് ഉണ്ടെന്ന് അറിയിച്ചു കൊടുക്കണം. ആ നിർബന്ധമായ സക്കാത്തിൻ്റെ വിഹിതം അലാ ഫുഖറാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരിൽപ്പെട്ട ദരിദ്രർക്ക് ഫുഖറാക്കൾക്ക് മടക്കപ്പെടേണ്ടതാണെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ അവരിൽപ്പെട്ട ഫുഖറാക്കൾ എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? ആരിൽപ്പെട്ട? അതായത് വേദക്കാരിലേക്കാണ് പോകാൻ പറഞ്ഞത്. ആ വേദക്കാർ നിർബന്ധമായും ആദ്യം അംഗീകരിക്കേണ്ട, വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ഷഹാദത്ത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാരായി മാറി? പിന്നെ മുസ്ലിമീങ്ങളായി മാറി. അപ്പോൾ ആ മുസ്ലിമീങ്ങൾ പിന്നെ ചെയ്യേണ്ടതാണ് നമസ്കാരമാണ്, 5 വഖ്ത് നമസ്കാരം. ഈ 5 വഖ്ത് നമസ്കാരം അവർ അനുഷ്ഠിക്കാൻ ആരംഭിച്ചോ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയം എന്താണ്? പിന്നീട് സക്കാത്താണ്. അപ്പോൾ അവരിൽപ്പെട്ട ദരിദ്രൻ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും 5 വഖ്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്ത മുസ്ലിമീങ്ങളിൽപ്പെട്ട ഫുഖറാക്കൾക്ക് മടക്കപ്പെടണം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കാണ് നിർബന്ധമായ സക്കാത്ത് നൽകാൻ പാടുള്ളൂ. അതായത് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണിത്. നിർബന്ധമായ വാജിബത്തായ ഫർദായ സക്കാത്ത് അമുസ്ലിം നൽകാൻ പാടുണ്ടോ? പാടില്ല. എന്നാൽ അവർക്ക് എന്ത് വേണം? കൊടുക്കാം. ഇപ്പം നമുക്ക് ഒരു അമുസ്ലിം പാവപ്പെട്ട ആൾക്ക്, അല്ലെങ്കിൽ അയൽവാസിക്ക്, അല്ലെങ്കിൽ വേലക്കാരന്
സദഖയായിട്ട് നമുക്ക് കൊടുക്കാം. നിർബന്ധ സക്കാത്ത് അലാ ഫുഖറാഇഹിം, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഫക്കീർമാർക്കാണ് മടക്കപ്പെടേണ്ടത്. വല്ലാഹു അലം. അപ്പം ഇവിടെ ഇബ്നുൽ ജൗസി പറഞ്ഞു, നമസ്കാരത്തിന് മുന്നേ എന്ത് പറഞ്ഞു? അതായത് മാ യജിബു അലൈഹി മിനൽ വുദൂഇ എന്ന് പറഞ്ഞു. അതായത് അവർക്ക് നിർബന്ധമായ വുദൂ. ഇപ്പം നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് ഷഹാദത്ത് കഴിഞ്ഞാൽ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂൺ ഏതാണ്? നമസ്കാരമാണ്. നമസ്കാരം തൊട്ട് മുമ്പ് പറഞ്ഞു വുദൂ പറഞ്ഞു. കാരണം എന്താണ്? ഈ നമസ്കാരം ശരിയാകണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഷർത്ത് എന്താണ്? ശുദ്ധിയാണ്, തഹാറത്താണ്. അപ്പോൾ ഈ തഹാറത്ത് ഇല്ലാതെ ഇത് ശരിയാവുകയില്ല, നമസ്കാരം ശരിയാവുകയില്ല. അതായത് ലാ തുഖ്ബലു സലാത്തു അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദ. ഇത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ തുഖ്ബലു സലാത്തു മൻ അഹ്ദസ, അതായത് അശുദ്ധി ബാധിച്ചവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അവൻ വുദു എടുക്കുന്നത് വരെ. വെള്ളം തരാം. ലാ തുഖ്ബലു സലാത്തു മൻ അഹ്ദസ ഹത്താ യതവദ്ദ, വുദു എടുക്കുന്നത് വരെ. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ്, ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹീഹ് മുസ്ലിമിൽ വേറെ റിവായത്തിൽ ലാ തുഖ്ബലു സലാത്തുൻ ബിഗൈരി തുഹൂർ, അതായത് ശുദ്ധിയില്ലാതെ വുദുവില്ലാതെ ഒരു നമസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം ഇമാം ബുഖാരിയും മുസ്ലിം എന്ന് പറഞ്ഞാൽ, അതായത് വിശുദ്ധ ഖുർആന് കഴിഞ്ഞാൽ ഏറ്റവും അവലംബനീയമായ സഹീഹായ രണ്ട് ഗ്രന്ഥങ്ങളാണ് സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും. അപ്പോൾ സഹീഹുൽ ബുഖാരി തീർച്ചയായിട്ടും സഹീഹ് മുസ്ലിമിനേക്കാളും ഒരു പടി ഉയരത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഹദീസ് പരമ്പരകളുടെ വിഷയത്തിൽ, അത് സ്വീകരിക്കുന്ന വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചത്. നോക്കൂ നിങ്ങൾ, ലാ തുഖ്ബലു സലാത്തുൻ ബിഗൈരി തുഹൂർ, ഈ ലഫ്ദ് റിവായത്ത് ഇബ്നു ഉമറിൻ്റെ ഹദീസ് ആരും ഉദ്ധരിച്ചിട്ടില്ല. ഇമാം ബുഖാരി പരമ്പര സഹിതം ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ ഇമാം ബുഖാരി അധ്യായം കുറിക്കുന്നുണ്ട്. അതായത് ഒരാൾക്ക് അശുദ്ധി ബാധിച്ചാൽ അവൻ്റെ നമസ്കാരം വുദു എടുക്കാതെ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ലഫ്ദ് ഉദ്ധരിച്ചു. അതിന് അധ്യായം എന്താണ്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അധ്യായമായിട്ട് കൊടുത്തു ടൈറ്റിൽ. പക്ഷേ ലാ തുഖ്ബലു സലാത്തിൻ ബിഗൈരി തുഹൂർ എന്ന റിവായത്ത് പരമ്പര സഹിതം ഉദ്ധരിച്ചില്ല. അപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ എന്ത് വേണം സഹോദരന്മാരെ? പരമ്പര വേണം. ഇമാം ബുഖാരിൻ്റെ ഷെയ്ഖ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന പരമ്പര വേണം. എങ്കിൽ എന്ത് പറയാം? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തെന്ന് പറയാം. റവാഹുൽ ബുഖാരി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? പരമ്പര വേണം. ഇനി പരമ്പര ഇല്ലാതെ ഇമാം ബുഖാരി ചിലപ്പോൾ ടൈറ്റിൽ കൊടുക്കും. ഒരു പക്ഷെ അത് ആ തലവാചകം ഒരു ഹദീസായിരിക്കും. അല്ലെങ്കിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ്, ഇമാം ബുഖാരിയുടെ ഉസ്താദ് അല്ലെങ്കിൽ ആ പരമ്പര ഉദ്ധരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അരുളി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കും. അത് എന്ത് പറയും? മുഅല്ലഖായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറയും. ഇദ്ദേഹം പറയാനുള്ള കാരണം ഇമാം ബുഖാരി മുസ്ലിം തമ്മിലുള്ള ആ സൂക്ഷ്മതയുടെ ഒരു വിഷയമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചില്ല? കാരണം ഇമാം ബുഖാരിയുടെ ഷർത്തൊത്ത പരമ്പരയല്ല ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. അത് നിസ്സാരമായൊരു വിഷയമുണ്ട്. എന്ന് ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിമിൻ്റെ ഈ ഒരു ഹദീസിൻ്റെ പരമ്പരയിൽ ഒരു റാവിയുണ്ട്. അതാണ് റാവി സിമാക്ക് ഇബ്നു ഹർബ് എന്ന റാവിയുണ്ട്. നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ഇമാം ബുഖാരി എത്രമാത്രം സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. ഈ സിമാക്ക് ഇബ്നു ഹർബിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ നിസ്സാരമായ ബഅഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിസ്സാരമായ ദുർബലത. ഈ നിസ്സാരമായ ദുർബലതയുള്ള ഈ റാവി ഉണ്ടായത് കൊണ്ടാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉദ്ധരിക്കഞ്ഞത്. അത്രക്കും സൂക്ഷ്മത. അപ്പോൾ ഇമാം മുസ്ലിമോ? ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ ഈ ഹദീസ് ഉണ്ട്. ഒന്നെന്താണ്? നിസ്സാരമായ ദുർബലതയാണ് ഒരു വിഷയം. ഹദീസ് എന്താണ്? ദുർബലമാകണമെന്നില്ല. ഇനി ആണെങ്കിൽ തന്നെ വേറെ പരമ്പരകൾ ഇതിനുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇമാം ബുഖാരി അതിൻ്റെ ഏകദേശം ആശയം വരുന്ന ഹദീസ് ധരിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് എന്ത് പറയും? ഷാഹിദ് എന്ന് പറയും. അതായത് അതിന് ഉപോത്ബലകമായ മറ്റു സഹാബികളിലൂടെ വന്ന റിപ്പോർട്ടുകൾക്ക് എന്ത് പറയും? ഷവാഹിദ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇമാം ദഹബി റഹ്മഹുല്ലാഹ് സിയറു അലാമിൻ നുബലായിൽ പറഞ്ഞു, ഈ സിമാഖ് ഇബ്നു ഹർബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാണ്, വലിഹാദ തജന്നബൽ ബുഖാരിയു ഇഖ്റാജ ഹദീസിഹി. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഈ നിസാരമായ ദുർബലത ഉണ്ടായതുകൊണ്ടാണ് സിമാഖ് ഇബ്നു ഹർബിൻ്റെ ഹദീസ് ഉദ്ധരിക്കാഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ. സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞു വരുന്നത്, നാം നമസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഏതാണ്? വുദു സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, നമുക്കറിയാം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങുന്നത് ഇത് അധ്യായം കൊണ്ടാണ്. വുദുവിൻ്റെ, തഹാറത്തിൻ്റെ, ശുദ്ധിയുടെ, ശുചിത്വം എന്ന അധ്യായം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, ഇതാണ് അഹ്കാമുൽ മിയാഹ്. അങ്ങനെ വുദു എടുക്കുന്നത് ഏതുകൊണ്ടാണ്? വെള്ളം കൊണ്ടാണ്. അപ്പോൾ ഈ വെള്ളം എപ്പോഴാണ് ശുദ്ധീകരിക്കുക? സ്വയം ശുദ്ധിയുള്ളതും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന വെള്ളമാണോ? തഹൂറാണോ? അതല്ല താഹിറാണോ? അതല്ല നജിസാണോ? ഇതൊക്കെ ചർച്ച ചെയ്യുന്നു. എന്താണ് ഇപ്പോൾ കർമ്മശാസ്ത്ര വിഷയങ്ങളൊക്കെ എന്താണ്? ഇങ്ങനെയുള്ള ഹദീസുകൾ വെളിച്ചത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളാകുന്നു. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് തുടരുകയാണ്, ഫയംബഗി ലിദിൽ ഹിമ്മത്തി അൻ യതറഖ ഇലൽ ഫദാഇൽ. മകൻ നൽകുന്ന ഉപദേശമാണിത്. അപ്പം ഹിമ്മത്തുള്ള, ആവേശമുള്ള, ഇൽമ് പഠിക്കണം, ദീന് പഠിക്കണം എന്ന ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു ആവേശമുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു താലിബുൽ ഇൽമ് ഉന്നതികളിലേക്ക് എത്തിപ്പെടേണ്ടതാണ്, നന്മകളിലേക്ക് ശരിക്ക് ഉയരേണ്ടതാണ്. ഫയതശാഗല ബിഹിഫ്ദിൽ ഖുർആനി വതഫ്സീരിഹി. ആദ്യം മഷ്ഗൂലാകേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ. അതേപോലെ തന്നെ തഫ്സീറിൻ്റെ വിഷയത്തിൽ. ഖുർആൻ ഹിഫ്ദ് വേണം, അതോടൊപ്പം എന്ത് വേണം? തഫ്സീറും വേണം. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഹിഫ്ദ് പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ ഹിഫ്ദ് പഠിച്ചു. എന്നിട്ട് ഇബ്നുൽ ജൗസി റഹ്മത്ത് തഫ്സീർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇബ്നുൽ ജൗസി തഫ്സീർ ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. സാദുൽ മസീർ ഫി ഇൽമി തഫ്സീർ. തഫ്സീർ ലോകത്തുള്ള അറിയപ്പെട്ട വിഖ്യാത തഫ്സീർ ഗ്രന്ഥമാണ് സാദുൽ മസീർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. വബി ഹദീസ് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം എന്താണ്? ഹദീസാകുന്നു. വബി മഅരിഫത്തി സീറത്തിഹി വസിയരി അസ്ഹാബിഹി വൽ ഉലമാഇ ബഅദഹും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറത്ത്, അതേപോലെ സഹാബിമാരുടെ ചരിത്രം, അതിനുശേഷമുള്ള പൂർവികരായ മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ജീവചരിത്രവും ഇതൊക്കെ നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ലിയഖ്താറ മർത്തബത്തൽ അഅ്ലാ ഫൽ അഅ്ലാ. ഉന്നതമായ ഔന്നത്യത്തിലേക്ക് എത്തിപ്പെടുവാനും വേണ്ടി, ആ ഒരു മർത്തബ തിരഞ്ഞെടുക്കുവാനും വേണ്ടി. വലാ ബുദ്ദ മിൻ മഅരിഫത്തി മാ യുഖീമു ബിഹി ലിസാനഹു മിനൻ നഹ്വി വമഅരിഫത്തി തറഫിൻ മുസ്തഅമലിൻ മിനൽ ലുഗ. അപ്പോൾ ഇതിനു മുമ്പ് ഇബ്നുൽ ജൗസി പറയാണ്, ഹദീസ് പഠിക്കണം, അതേപോലെ നബി സല്ലല്ലാഹു ചരിത്രം പഠിച്ചിരിക്കണം, സഹാബിമാരുടെയും പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ചിരിക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഹദീസ് പഠനം നമ്മൾ ആരംഭിക്കുന്നത് 40 ഹദീസ്, നേരത്തെ സൂചിപ്പിച്ച ഇമാം നവവിയുടെ 40 ഹദീസുകൾ കൊണ്ട് ആരംഭിക്കുന്നു. അതിനുശേഷം മഹാനായ അൽ ഹാഫിദ് അബ്ദുൽ ഗനി മഖ്ദിസിയുടെ സഹീഹുൽ ബുഖാരി മുസ്ലിമും ക്രോഡീകരിച്ച ഹദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ ഒതുങ്ങിക്കൊണ്ട് 400 ചില ഹദീസുകൾ ക്രോഡീകരിച്ചു അബ്ദുൽ ഗനി മഖ്ദിസി. അങ്ങനെ ഗ്രന്ഥങ്ങൾ പഠിക്കുക, റിയാദുസ് സാലിഹീൻ പഠിക്കുക. അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. അതേപോലെ നബിയുടെ സീറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഇബ്നു ഹിഷാമിൻ്റെ പഴക്കമുള്ള സീറത്താണ് ഇബ്നു ഹിഷാമിൻ്റെ സീറത്ത്. നമ്മുടെ ആധുനികരായ പല പണ്ഡിതന്മാരും നബിയുടെ സീറത്ത് ചരിത്രത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. 50 വർഷങ്ങൾക്ക് മുമ്പ് റാബിത്ത പ്രഖ്യാപിച്ച മത്സരത്തിൽ നമ്മുടെ ഇന്ത്യൻ പണ്ഡിതനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അതായത്
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ സീറത്തിൻ്റെ വിഷയത്തിൽ ഒരു മത്സരം വെച്ചു. എത്രയോ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് അയച്ചു. അതിൽ ഒന്നാം സമ്മാനം നേടിയത് ആർക്കാണ്? ഇന്ത്യൻ പണ്ഡിതനായ സലഫി പണ്ഡിതനായ സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരി റഹിമഹുല്ലാ രചിച്ച റഹീഖുൽ മഖ്തും എന്ന ഗ്രന്ഥമാണ്. ആ ഒരു ഗ്രന്ഥം പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ്. വിവിധ സൗദി അറേബ്യയിലും ഉദാഹരണത്തിന് പല വിദ്യാലയങ്ങളിലും കോളേജുകളിലും അത് സിലബസാണ്. സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരിയുടെ റഹീഖുൽ മഖ്തും എന്ന ഗ്രന്ഥം അത് മലയാളത്തിലേക്കും അത് പിന്നീട് പല വിവിധ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു. സഹോദരന്മാരെ, അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് ഓരോ വിഷയം പഠിക്കാനും ഗ്രന്ഥങ്ങൾ ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അതേപോലെ ചരിത്ര പണ്ഡിതന്മാരുടെ ചരിത്രം, സഹന്മാരുടെ ചരിത്രം, ഇതിലൊക്കെ വളരെ വിശ്വസനീയമായ ഗ്രന്ഥമാണ് ഇമാം ദഹബിയുടെ സിയറു അലാമിൻ നുബല. ഇമാം ദഹബിയുടെ സിയറു അലാമിൻ നുബല തുടങ്ങുന്നത് സീറത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ പറഞ്ഞുകൊണ്ട്, ശേഷം എന്താണ് സഹാബിമാരുടെ ചരിത്രം, ശേഷം താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ, അങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരുടെ ചരിത്രം വരെ ഇമാം ദഹബി എത്തിച്ചു. എത്ര വാള്യങ്ങൾ? 25 വാള്യങ്ങളിൽ അച്ചടിക്കപ്പെട്ടു. ഇമാം ഷംസുദ്ദീൻ ദഹബിയുടെ സിയറു അലാമിൻ നുബല. അപ്പോൾ നമുക്കൊക്കെ ശരിക്കും ഈ പൂർവ്വകാലത്തുള്ള ഇമാം ബുഖാരി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിയും ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കോരിത്തരിക്കും. അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ അവർ ഇൽമിന് വേണ്ടി അവർ എത്രമാത്രം പ്രയത്നങ്ങൾ, സംഭാവനകൾ അർപ്പിച്ചു, എത്രമാത്രം അവർ യാത്ര ചെയ്തു, എത്രമാത്രം ഗ്രന്ഥങ്ങൾ രചിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും ഇൽമ് ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ദാഇമാരും അതേപോലെ പണ്ഡിതന്മാരും ഒക്കെ ഇങ്ങനെയുള്ള ഈ നസീഹത്ത് ശരിക്ക് സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ഈമാനും അവരുടെ ഇബാദത്തും ഒക്കെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഒരിക്കൽ പറയുകയുണ്ടായി, അതായത് അൽ ഹികായാതു അനിൽ ഉലമാഇ വമഹാസിനുഹും അഹബ്ബു ഇലയ്യ മിൻ കസീരിൻ മിനൽ ഫിഖ്ഹി ലിഅന്നഹ ആദാബുൽ ഖൗം. അബൂ ഹനീഫ പറയാണ്, ധാരാളം ഫിഖ്ഹി കർമ്മശാസ്ത്ര മസ്അലകളെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള പൂർവികരായ മഹത്തുക്കളായ ആദരവുള്ള ഈ പണ്ഡിതന്മാരുടെ ചരിത്രം മനസ്സിലാക്കലാണ്, പഠിക്കലാണെന്ന്. അതിലെന്താണ് ധാരാളം നമുക്ക് മാതൃകാപരമായ കർമ്മശാസ്ത്രത്തിലും അതേപോലെ തന്നെ പല വിവിധ നമ്മുടെ ജീവിത മേഖലകളിലും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന അനുഭവങ്ങളുണ്ട്. അപ്പം അതാണ് എനിക്ക് പല മസ്അലകളെക്കാളും കൂടുതൽ ഇഷ്ടം എന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞതായി നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, അതോടൊപ്പം തന്നെ ഭാഷ നന്നാക്കണം, അതായത് ഭാഷ മെച്ചപ്പെടുത്തണം, അറബി ഭാഷ മെച്ചപ്പെടുത്തണം എന്നാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ശേഷം നൽകുന്ന ഉപദേശം. വലാ ബുദ്ദ മിൻ മഅരിഫതി മാ യുഖീമു ബിഹി ലിസാനഹു മിനൻ നഹ്വ്. തൻ്റെ ഭാഷ നന്നാക്കുന്ന നഹ്വ്, അതായത് അറബി ഭാഷയിലുള്ള വ്യാകരണം പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ അറബി ഭാഷ ഉപയോഗം പഠിച്ചിരിക്കണം. ഇപ്പോൾ നഹ്വ് എന്ന് പറഞ്ഞാൽ അറബി വ്യാകരണം, അതായത് വാക്കുകളുടെ അവസാനത്തിലുള്ള മാറ്റങ്ങൾ, അതാണ് ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നഹ്വ് എന്ന നാമമാണ് നൽകപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ പരിചയപ്പെടുത്തിയത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ചില പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഈ നഹ്വ് ആദ്യമായി ക്രോഡീകരിക്കപ്പെടുന്നത് അബുൽ അസ്വദ് ദുഅലി റഹിമഹുല്ലാ എന്ന ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നവരാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതായത് ഫാഇൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഫിഅൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു, ഉൻഹു ഹാദൻ നഹ്വ യാ അബുൽ അസ്വദ്, ഈ രൂപത്തിൽ താങ്കൾ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ രൂപം, അതാണ് ഞാൻ നഹ്വ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ശാസ്ത്രത്തിന് നഹ്വ് എന്ന പേര് നൽകപ്പെട്ടു. തീർച്ചയായിട്ടും ഖുർആനും ഹദീസും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ, അതിൻ്റെ ശരിയായ വശം നാം മനസ്സിലാക്കണമെങ്കിൽ നഹ്വ് അറിയൽ നിർബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ നാം അറിഞ്ഞിരിക്കണം. പിന്നെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്യുന്ന ഉന്നതിയുള്ള വിഷയങ്ങളൊക്കെയുണ്ട്. അതൊന്നും സാധാരണക്കാർ അറിഞ്ഞിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ദാഇമാർ പഠിച്ച് മനസ്സിലാക്കണം എന്നില്ല. ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാർ അതിന്
വേണ്ടി അവർ സമയം ചെലവഴിക്കും, അതിനു വേണ്ടി ഗ്രന്ഥങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ ദാഇമാർ ഒക്കെ ശരിക്ക് ഇപ്പോൾ ഈ ആജുറൂമിൻ്റെ ആരംഭത്തിലുള്ള ഒരു ഗ്രന്ഥമാണത്, അത്തസ്ഹീലാത്തു നഹ്വിയ്യ. പല ദർസുകളും കുട്ടികൾക്കൊക്കെ നടത്തിയതിൻ്റെ ഒരു ചെറിയൊരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയ ഒരു ഗ്രന്ഥമാണ് അത്തസ്ഹീലാത്തു നഹ്വിയ്യ ഷർഹു അൽ ആജുറൂമിയ്യ. നമ്മുടെ ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ച് അത്യാവശ്യം അറബി ഭാഷയിൽ അവഗാഹമുള്ള അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി ദാഇമാർക്കൊക്കെ ശരിക്കും നഹ്വിൻ്റെ വിഷയത്തിൽ ഉയരാൻ പറ്റും. അപ്പം ചില അടിസ്ഥാന വിഷയങ്ങളൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം നഹ്വ് അറബിക് വ്യാകരണത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്, ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ മഅരിഫത്തി തറഫിൻ മുസ്തഅമലിൻ മിനൽ ലുഗ, ഭാഷ ഉപയോഗങ്ങൾ, അതിൻ്റെ യൂസേജ് ശരിക്കും പഠിച്ചിരിക്കേണ്ടതുണ്ട്. അറബി ഭാഷ, അറബികൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ചില വാക്കുകളൊക്കെ എങ്ങനെയാണ് പ്രയോഗിച്ചത്, അതിനാണ് ശരിക്ക് അദബ് പഠിച്ച് മനസ്സിലാക്കണം. അദബിൻ്റെ പല ഗ്രന്ഥങ്ങളും പൂർവ്വകാലത്ത് പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അൽ കാമിലു ഫിൽ ലുഗ, ഇമാം അൽ മുബർരിദ് റഹ്മഹുല്ലാ രചിച്ച ഗ്രന്ഥമാണ്. അതൊക്കെ വലിയ ഗഹനമായ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ആധുനികരായ പല പണ്ഡിതന്മാരും ഇപ്പം ജവാഹിറുൽ അദബ് പോലെയുള്ള സയ്യിദ് അൽ ഹാഷിമി എഴുതിയ ഒരു ഗ്രന്ഥമാണ് ജവാഹിറുൽ അദബ്. അതായത് പൂർവ്വകാലത്തുള്ള അറബിക് സാഹിത്യത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ, ഗഹനമായ ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികരായ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അതിൻ്റെ ഒരു സംക്ഷിപ്തമാണ് ജവാഹിറുൽ അദബ്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മകൻ നൽകുന്ന ഉപദേശമാണത്. കാരണം ഉപ്പ വലിയ പണ്ഡിതനാണ്, മകന് ആ ഒരു പാതയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന ആഗ്രഹം, ആ താല്പര്യത്തോടു കൂടി, നസീഹത്തോടു കൂടി ഉപ്പ നൽകുന്ന ഉപദേശമാണ്. തീർച്ചയായിട്ടും ഈ ഉപദേശം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ബാധകമായ ഒരു നസീഹത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനുശേഷം മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വൽ ഫിഖ്ഹു അസ്റുൽ ഉലൂം, അതായത് തഫ്സീർ, ഹദീസ്, അതേപോലെ തന്നെ പിന്നെ സീറത്ത്, സഹാബികളുടെ സീർ, ഇതൊക്കെ നാം ചർച്ച ചെയ്തു. അതേപോലെ ഭാഷാ വ്യാകരണം, ഇതൊക്കെ നാം ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വിജ്ഞാന ശാഖയാണ് കർമ്മശാസ്ത്രം, അതാണ് ഫിഖ്. വൽ ഫിഖ്ഹു അസ്റുൽ ഉലൂം, അതായത് വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനമാകുന്നു ഫിഖ്. വത്തദ്കീറു, വഅദ് എന്ന് പറഞ്ഞാൽ, ഉത്ബോധനം എന്ന് പറഞ്ഞാൽ ഹൽവാഉഹ, അതായത് വിജ്ഞാനങ്ങളുടെ മധുരമാണ് തദ്കീർ. വഅമ്മുഹ നഫ്അൻ, ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ, വ്യാപകമായും ഉപകാരപ്രദമായ ഒരു മേഖലയാണ് ഏത്? വഅദ്. وقد رتبت في هذه المذكورات من التصانيف ما يغني عن كل ما سبق من تصانيف القدماء وغيرها بحمد الله ومنه. മകനോട് പറയുകയാണ്, ഈ പറഞ്ഞ വിജ്ഞാന ശാഖകളിലൊക്കെ മുൻകാല പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾക്ക് പകരമായി, അല്ലെങ്കിൽ അതിലേക്ക് പോകാതെ തന്നെ ഞാൻ തന്നെ പല ഗ്രന്ഥങ്ങളും ഈ പറഞ്ഞ ശാഖകളിൽ, വിജ്ഞാന ശാഖകളിൽ ഞാൻ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. അതാണ് ബിഹംദില്ലാഹി വമന്നിഹി. വൽ ഫിഖ്ഹു അസ്റുൽ ഉലൂം, ഈ ഫിഖ് എന്ന് പറഞ്ഞാൽ പൊതുവായി പറയുകയാണെങ്കിൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നെന്താണ്? അഖീദ സംബന്ധമായ വിഷയങ്ങൾക്കും എന്ത് പറയും? അൽ ഫിഖുൽ അക്ബർ എന്ന് പറയും. ഇമാം അബൂ ഹനീഫയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ ഫിഖുൽ അക്ബർ. അപ്പം അഖീദ വിഷയങ്ങൾക്ക് അൽ ഫിഖുൽ അക്ബർ എന്ന് പറയും. അതേപോലെ തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക്, ഫുറൂഇനും എന്ത് പറയും? അൽ ഫിഖ് എന്ന് വാക്ക് പറയും. അപ്പോൾ തീർച്ചയായിട്ടും ഫിഖ് എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ നിന്നും ഹദീസിൽ നിന്നും എടുക്കപ്പെട്ട ഹുക്മുകളാണ്, വിധികളാണ്, വിധിവിലക്കുകൾ. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളാകട്ടെ, ഇടപാടുകളാകട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട, ദൈനംദിനം ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ജനങ്ങൾക്കും, മുസ്ലിമീങ്ങൾക്കും ബാധകമായ ഒരു വിഷയമാണ് ഇത് ഫിഖ്, കർമ്മശാസ്ത്രം. നമുക്കറിയില്ല, ഇപ്പം ബഹുഭൂരിഭാഗവും പണ്ഡിതന്മാരൊക്കെ ചോദിക്കപ്പെടുമ്പോൾ, ഫത്വകൾ ചോദിക്കപ്പെടുമ്പോൾ ഏത് വിഷയമാണ്? കർമ്മശാസ്ത്ര വിഷയങ്ങളായിരിക്കും ചോദിക്കപ്പെടുക, ജനങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ. അപ്പോൾ അതാണ് അസ്റുൽ ഉലൂം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ തദ്കീറു ഹൽവാഉഹ, അതായത് ഉലൂമിൻ്റെ, ഇൽമിൻ്റെ വിഷയത്തിൽ
അതിൻ്റെ മധുരം എന്താണ്? തദ്ക്കീറാണ്, ഉത്ബോധനം. അതായത് നമുക്ക് ഇൽമിയായ ദർസുകളോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വിഷയം എന്താണ്? ഉത്ബോധനം. വഅദ് ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ. ഈ പ്രഭാഷണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു പ്രചോദനമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. താങ്കൾ ഉത്ബോധനം നടത്തുക, ഉത്ബോധിപ്പിക്കുക. തീർച്ചയായിട്ടും ഉത്ബോധനം വിശ്വാസികൾക്ക് ഉപകാരപ്പെടും. ഇമാം തബരി റഹ്മഹുല്ലാ പറഞ്ഞു, എന്താണ് വദക്കിർ എന്ന് പറഞ്ഞാൽ? വഇദ്, താങ്കൾ വഅദ് പറയുക, ഉപദേശിക്കുക. വദക്കിർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇമാം തബരി പറഞ്ഞു, വഇദ് യാ മുഹമ്മദു, ഓ മുഹമ്മദെ താങ്കൾ ഉത്ബോധിപ്പിക്കുക. മൻ ഉർസിൽത ഇലൈഹി, താങ്കൾ ആരിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്? അവർക്ക് ഉത്ബോധനം നടത്തുക. ഫഇന്നൽ ഇദത തൻഫഉ അഹ്ലൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഉത്ബോധനം ഉപകരിക്കും. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഈ വിഷയങ്ങളിലൊക്കെ ഞാൻ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വഅദ് പരമ്പരകളിലൊക്കെ ഇമാം ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ മിൻ അഇമ്മത്തിൽ വഅദി ഫി അസ്രിഹി, പണ്ഡിതന്മാർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അതായത് വിവിധ വിജ്ഞാന ശാഖകളിൽ തഫ്സീർ, ഫിഖ്, ചരിത്രം പോലെ വിഷയങ്ങളിലേക്ക് അഗാധ പാണ്ഡിത്യവും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ. പ്രത്യേകിച്ച് വഅദിൻ്റെ വിഷയത്തിൽ വലിയ വാഇദായിരുന്നു ആര്? മഹാനായ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ. അപ്പോൾ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ മകൻ നൽകുന്ന ഉപദേശം എന്താണ്? ഇനി ഗ്രന്ഥങ്ങളെ പിന്നാലെ പോയിട്ട് തേടി പിടിച്ച് അതിലേക്ക് പോയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. താങ്കൾ എൻ്റെ ഗ്രന്ഥങ്ങൾ മാത്രം വായിച്ച് പഠിച്ച് ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം അത്രക്കും ഞാൻ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ എത്രമാത്രം തൻ്റെ പിതാവായ ഈ ഇബ്നുൽ ജൗസി ഞാൻ എത്രമാത്രം ഈ വിഷയത്തിൽ പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് താങ്കൾ വരണം. ഫഅഗ്നൈതുക അൻ തതല്ലുബിൽ കുതുബി വജംഇൽ ഹിമമി ലിത്തസ്നീഫ്. ഈ ഗ്രന്ഥങ്ങളുടെ പിന്നാലെ പോകാനും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ രചിക്കുവാനൊന്നും താങ്കൾ അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പല വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. വമാ തഖിഫു ഹിമ്മത്തുൻ ഇല്ലാ ലിഖസാസതിഹാ വഇല്ലാ ഫമതാ അലത്തിൽ ഹിമ്മത്തു ഫലാ തഖ്നഉ ബിദ്ദൂൻ. ഇതിൻ്റെ അർത്ഥം, അതായത് ഒരു ഒരു വിശ്വാസിയുടെ ആവേശം നീചമായ ഹിമ്മത്താണെങ്കിൽ അതല്ലാതെ ആ ഹിമ്മത്ത് ഒരിക്കലും നിലച്ചു പോകുകയില്ല. വഇല്ലാ ഫമതാ അലത്തിൽ ഹിമ്മത്തു, ഒരു മനുഷ്യൻ്റെ ഹിമ്മത്ത് ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായത് താഴ്ന്ന നിലവാരത്തിലേക്ക് ഒരിക്കലും പോയി തൃപ്തിപ്പെടുകയില്ല. അഥവാ മകൻ നൽകുന്ന ഉപദേശമാണ്, തൻ്റെ ആവേശം എപ്പോഴും ഉയർന്ന നിലവാരത്തിലേക്കായിരിക്കണം. അഥവാ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നീചമായ ഒരു അവസ്ഥയാണ് എന്ന് മകൻ നൽകുന്ന ഒരു ഉപദേശമാണ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ നാം അതിൻ്റെ പേജൊക്കെ കണക്കാക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആയുസ്സും നാം കണക്കാക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്രമാത്രം പേജുകളാണ് അദ്ദേഹം എഴുതി ചിട്ടപ്പെടുത്തിയത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞു, വലഹു മുസന്നഫാത്തുൻ ഫി ഉമൂരിൻ കസീറ, ധാരാളം വിഷയങ്ങൾ ഇബ്നുൽ ജൗസിക്ക് ഗ്രന്ഥങ്ങളുണ്ട്. ഹത്ത അദത്തു, ഇബ്നു തൈമിയ്യ പറയാണ്, ഞാൻ അതിനെ എണ്ണി കണക്കാക്കാൻ പരിശ്രമിച്ചു. ഫറഅയ്തുഹാ അക്സറ മിൻ അൽഫി മുസന്നഫ്, 1000 ഗ്രന്ഥങ്ങളെക്കാൾ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ എഴുതിയ ഗ്രന്ഥങ്ങൾ. അതേപോലെ തന്നെ ഇമാം ദഹബി റഹ്മഹുല്ലാ സിയറു അലാമിൻ നുബലായിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ പറഞ്ഞൊരു വാചകം, വക്കാന സാഹിബ ഫുനൂനിൻ കാന യുസന്നിഫു ഫിൽ ഫിഖ്ഹി വയുദർരിസു വക്കാന ഹാഫിദൻ ലിൽ ഹദീസ്. അതായത് ഫിഖ്ഹിൽ ഒക്കെ ധാരാളം അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ദർസ് നടത്തിയിട്ടുണ്ട്, ഹദീസിൻ്റെ വിഷയത്തിൽ വലിയ ഹാഫിദാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഖീദ സംബന്ധമായ ചില നിലപാടുകളോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇബ്നുൽ ജൗസിയുടെ അഖീദ ഗ്രന്ഥങ്ങൾ സലഫി ഉലമാക്കൾ അതൊരു പഠന വിഷയമായിട്ട് ചർച്ച ചെയ്യാറില്ല. പക്ഷെ അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ വാദ സംബന്ധമായ ഗ്രന്ഥങ്ങൾ,
അല്ലെങ്കിൽ തഫ്സീർ സംബന്ധമായ ഗ്രന്ഥങ്ങൾ, തർബീത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്, നാം ക്ലാസ്സിന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ. സഹോദരന്മാർ, ഇവിടെ നാം നമസ്കാരത്തിന് വേണ്ടി നിർത്തുകയാണ്. അപ്പം അതിനു മുമ്പ് ഇവിടെ ഇബ്നുൽ ജൗസി പറഞ്ഞ അവസാനത്തെ ഈ ഒരു അധ്യായത്തിൻ്റെ വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഖദ് അറഫ്ത ബിദ്ദലീലി അന്നൽ ഹിമ്മത മൗലൂദത്തുൻ മഅൽ ആദമി. ഒന്നുകിൽ വഖദ് അറഫ്ത അല്ലെങ്കിൽ വഖദ് അറഫ്തു എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതായത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ മനസ്സിലാക്കിയല്ലോ, അന്നൽ ഹിമ്മത മൗലൂദത്തുൻ മഅൽ ആദമി. അതായത് ആവേശം, ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കുക, ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള ആവേശം, ഇതാണ് എന്ത് പറയുക, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ജന്മനാ ഉണ്ടാകുന്ന ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാര്യമാണ് ഹിമ്മത്ത്. വഇന്നമാ തഖ്സുറു ബഅദുൽ ഹിമമി ഫി ബഅദിൽ ഔഖാത്ത്. ചില സമയങ്ങളിൽ ഈ ആവേശം കുറഞ്ഞു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളിങ്ങനെ ഇബ്നു തൈമിയ, ഇബ്നുൽ ജൗസി ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഹിമ്മത്ത് ഇങ്ങനെ ഉയർന്ന് പോകും. പിന്നീട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ചില ജോലി സംബന്ധമായ വിഷയങ്ങളിലേക്ക് മശൂലായി പോകുമ്പോൾ ഈ ഒരു ആവേശം കാണുന്നില്ല. അപ്പോൾ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, വമതാ റഅയ്ത ഫീ നഫ്സിക അജിസൻ ഫസലിൽ മുൻഇം. മുൻഇമായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിപ്പെടുവാനും ഉപകാരപ്രദമായ ഇൽമ്, നാഫിയായ ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും നീ തൗഫീഖ് നൽകണമേ എന്ന പ്രാർത്ഥന എപ്പോഴും വേണം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് മുൻഇമായ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകുന്ന റബ്ബിനോട് ചോദിക്കണം. ഔ കസലൻ ഫൽജ ഇലൽ മുവഫിഖ്. അലസത അനുഭവിക്കുകയാണെങ്കിൽ മുവഫിഖായ തൗഫീഖ് നൽകുന്ന റബ്ബിലേക്ക് താങ്കൾ മടങ്ങണം, അഭയം പ്രാപിക്കണം. ഫലൻ തനാല ഖൈറൻ ഇല്ലാ ബിതാഅതി. അല്ലാഹുവിനെ അനുസരിച്ചു കൊണ്ടല്ലാതെ ഒരു ഖൈറും നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല മകനെ. വലാ യഫൂതുക ഖൈറുൻ ഇല്ലാ ബിമഅസിയതിഹി. അതായത് ഒരു ഖൈർ നിനക്ക് അല്ലാഹുവിനെ ധിക്കരിച്ചു കൊണ്ടല്ലാതെ ഒരു ഖൈറും നിനക്ക് നഷ്ടമാകുകയില്ല. ഫമനില്ലദീ അഖ്ബല അലൈഹി ഫലം യരിദ് കുല്ല മുറാദ് വമനില്ലദീ അഅറദ അൻഹു ഫമദാ ബിഫായിദത്തിൻ ഔ ഹദിയ ബിഗറദിൻ മിൻ അഗ്റാദിഹി. അതായത് അല്ലാഹുവിലേക്ക് മുന്നേറിക്കൊണ്ട് ഒരാൾക്ക് താൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാതെ പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട്, കേണപേക്ഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഉന്നതികളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും. വമനില്ലദീ അഅറദ അൻഹു. എന്നാൽ അല്ലാഹുവിനെ അവഗണിക്കുകയും പിന്തിരുകയും ചെയ്തുകൊണ്ട് ഒരാൾക്കൊരു ഫായിദയും കിട്ടാൻ പോകുന്നില്ല. ഔ ഹദിയ ബിഗറദി മിൻ അഗ്റാദിഹി. അവനെ ഉദ്ദേശിച്ച കാര്യവും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് ഒരു അറബി കവി പാടിയ 2 വരികളാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. വല്ലാഹി മാ ജിഅ്തുകും സായിറൻ ഇല്ലാ വജദ്തുൽ അർദ തുത്വാലി. അല്ലാഹുവാണ് സത്യം. മാ ജിഅ്തുകും സായിറൻ. ഞാൻ താങ്കളെ, അതായത് സിയാറത്ത് ചെയ്യാൻ സന്ദർശിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് താങ്കളെ അടുക്കിലേക്ക് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഭൂമി എനിക്ക് വേണ്ടി മടക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ ചുരുട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രക്കും ദൂരം കുറഞ്ഞു തന്നിട്ടുണ്ട്. വലാ സനൈതുൽ അസ്മ അൻ ബാബിക്കും. താങ്കളുടെ കവാടത്തിൽ നിന്ന് ഞാൻ എപ്പോഴൊക്കെയാണോ എൻ്റെ തീരുമാനം മാറ്റി ഞാൻ പിന്തിരിഞ്ഞ് കളയാൻ ഉദ്ദേശിക്കുന്നത്, ഇല്ലാ തഅസ്സർതു ബി അദിയാലി. എൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് ഞാൻ വഴുതിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഇത് ഒരു കവി ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ട് പാടിയതാണെങ്കിലും ഈ ഒരു അർത്ഥമാശയം നാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നാം മുന്നിട്ടുകൊണ്ട് അടുക്കുവാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നാം അത്ര കണ്ട് അടുത്തുകൊണ്ടിരിക്കും. വലാ സനൈതുൽ അസ്മ അൻ ബാബിക്കും ഇല്ലാ തഅസ്സർതു ബി അദിയാലി. അള്ളാഹുവിൽ നിന്ന് നാം പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നാം തീർച്ചയായിട്ടും വഴുതിപ്പോകും, നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ മകന് ശരിക്ക് പല വിവിധ രീതികളിൽ മകന് ആ ഒരു തഖ്വയുടെ ജീവിതത്തിലേക്ക്
എത്തിക്കുവാൻ പരിശ്രമിക്കുകയാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി. അതായത് യഥാർത്ഥ ഇൽമിൻ്റെ രീതി ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നാം അള്ളാഹുമായിട്ടുള്ള ബന്ധം എത്രത്തോളം ദൃഢമായ ബന്ധമായിരിക്കണം. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബന്ധം എത്രമാത്രം നമ്മുടെ ബന്ധം ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൽമിൻ്റെ വിഷയമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ശരിയാകും എന്നൊരു ബോധം മകനിൽ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള തീർച്ചയായിട്ടും നല്ലൊരു നസീഹത്താണ് ഈ ഒരു ഗ്രന്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.